നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹി സർക്കാർ നിശ്ചലമായെന്ന് ഡൽഹി ഹൈക്കോടതി. ഡൽഹി പോലെയുള്ള തിരക്കേറിയ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം കേവലം അലങ്കാരമല്ല, എല്ലാ ദിവസവും 24 മണിക്കൂർ സമയവും ആളുണ്ടായിരിക്കേണ്ട തസ്തികയാണിതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഡൽഹി കോർപ്പറേഷന് കീഴിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും പുസ്തകങ്ങളും ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന ഒരു വ്യക്തിയും ദീർഘനാളത്തേക്കോ അനിശ്ചിതകാലത്തേക്കോ ആശയവിനിമയം നടത്താതിരിക്കുകയോ ആ സ്ഥാനത്ത് നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യരുതെന്നാണ് ദേശീയ താൽപ്പര്യവും പൊതു താൽപ്പര്യവുമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് മൻമീത് പ്രീതം സിംഗ് അറോറ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. MCD കമ്മീഷണറുടെ സാമ്പത്തികാധികാരം വിപുലപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അനുമതി ആവശ്യമാണെന്ന ഡൽഹി നഗരവികസന മന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ സത്യവാങ്മൂലം ഡൽഹി സർക്കാർ നിശ്ചലമാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും കോടതി പറഞ്ഞു. LDF കൺവീനർ EP ജയരാജനെതിരെ ആസൂത്രിതമായി തെറ്റായ പ്രചാരണ വേല നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കള്ളം പ്രചരിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ EPയെ ചുമതലപ്പെടുത്തി. 1 വർഷം മുൻപ് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് സംബന്ധിച്ച് EP തന്നെ വ്യക്തമാക്കിയതാണ്. രാഷ്ട്രീയ എതിരാളികളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ തെറ്റില്ല. ദല്ലാളിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ ബന്ധം അവസാനിപ്പിച്ചതായി EPയും പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്നതല്ല, ഉണ്ടായത് സത്യസന്ധമായി പറയുകയാണ് ചെയ്തത്. പോകുന്ന വഴിക്കൊന്ന് കാണാൻ വന്നതാണെന്ന് ജാവ്ദേക്കറും വ്യക്തമാക്കിയതായി EP തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. EP BJPയിൽ പോകാൻ ശ്രമിച്ചിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കള്ളമാണ്. അതുകൊണ്ടാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചത്. BJPയിലേക്കുള്ള കോൺഗ്രസുകാരുടെ ഒഴുക്കോ പ്രേമചന്ദ്രന്റെ മോദി കൂടിക്കാഴ്ചയോ ഇതുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. EPയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയമുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വടകര ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും വർഗീയ ധ്രുവീകരണ ശ്രമം കോൺഗ്രസും BJPയും നടത്തി. വടകരയിൽ സഹായിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരിച്ചു സഹായിക്കാമെന്നായിരുന്നു ധാരണ. പക്ഷേ അതെല്ലാം ജനം തള്ളി. തൃശൂരിൽ പാർട്ടിക്കെതിരെ ഒരു മറയുമില്ലാതെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളും ഇടപെട്ടു. പ്രധാനമന്ത്രി തന്നെ വന്ന് കള്ളം പ്രചരിപ്പിച്ചു. പക്ഷേ വിലപ്പോയില്ല. വടകരയും തൃശൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF തന്നെ വിജയിക്കും. LDF വോട്ട് പരമാവധി ചെയ്തിട്ടുണ്ട്. പോളിംഗ് കുറഞ്ഞത് UDFനെയാണ് ബാധിക്കുക. ഓരോ ഘട്ടം കഴിയും തോറും BJP ദുർബലമാവുകയാണ്. അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടിയെല്ലാം മാറ്റിവെച്ച് വർഗീയ ധ്രുവീകരണത്തിന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വസ്തുനിഷ്ഠമായി കഴിഞ്ഞു. ആ വസ്തുനിഷ്ഠവുമായി നമ്മുടെ ബോധത്തെ പൊരുത്തപ്പെടുന്ന പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ. അത് 4 പൂർണ്ണമാവുള്ളൂ. എന്നാൽ കേരളത്തിൽ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷ സീറ്റ് നേടാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരായി അതിൻ്റെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന നിലയും തൃശ്ശൂർ പൂരം തന്നെ അലങ്കോലപ്പെടുത്തി എന്ന രീതിയിലുള്ള വ്യാപകമായ കള്ളപ്രചാരവേദിയും ഇതെല്ലാം ഉണ്ടായെങ്കിലും അവിടെ BJPക്ക് 3-ാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നും തൃശ്ശൂർ വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരും, വടകര പോലെ തന്നെ എന്നുമാണ് പാർട്ടി കാണുന്നത്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആവർത്തിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 2023 ഡിസംബർ 23 വരെ CBIയുടെ കുറ്റപത്രത്തിലോ EDയുടെ പ്രോസിക്യൂഷൻ പരാതിയിലോ പേരില്ലാതിരുന്ന കെജ്രിവാളിനെ യാതൊരു ചോദ്യം ചെയ്യലും നടത്താതെയാണ് ED അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാണിച്ചു. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അറസ്റ്റിനുള്ള ആവശ്യകതയ്ക്ക് തുല്യമല്ല. കേവലം സംശയം മാത്രം പോരാ, കുറ്റകൃത്യം തെളിയിക്കപ്പെടണമെന്നും കേജ്രിവാളിന്റെ ജാമ്യഹർജി പരിഗണിക്കവേ സിംഗ്വി വാദിച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേജ്രിവാളിന്റെ
ജാമ്യ ഹർജി പരിഗണിച്ചത്. കേസിൽ ഇന്നും വാദം തുടരും. എന്തുകൊണ്ടാണ് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാത്തതെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. വിശാലമായ അധികാരപരിധി ഉള്ളതിനാലാണ് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് സിംഗ്വി പറഞ്ഞു. അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്ന് മാർച്ച് 21-നാണ് കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. സംരക്ഷണം നൽകാൻ കോടതി വിസമ്മതിച്ചത് അറസ്റ്റിന് കാരണമാവില്ലെന്ന് കേജ്രിവാൾ വാദിച്ചു. 1.5 വർഷമായി അറസ്റ്റ് നടന്നിട്ടില്ല. സെക്ഷൻ 50 പ്രകാരമുള്ള മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് ED സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലകൾ തിരികെ ലഭിച്ചേ തീരൂവെന്ന് AICC നേതൃത്വത്തോട് കെ. സുധാകരൻ. ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അധ്യക്ഷതയിൽ 4-ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനായി എത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ദീപദാസ് മുൻഷിയും സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അവസാനിക്കും വരെ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനുള്ള കത്താണ് AICC ഹസന് നൽകിയിരിക്കുന്നത്. ഫലം പുറത്തുവരും വരെ എന്നാണ് AICC ഉദ്ദേശിക്കുന്നതെന്നാണ് ഹസന്റെ വാദം. വോട്ടെടുപ്പ് കഴിയും വരെ എന്ന് സുധാകരനും. ഏതാനും ദിവസം മുൻപ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആശയവിനിമയത്തിൽ വോട്ടെണ്ണും വരെ ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായം ഉരുത്തിരിഞ്ഞിരുന്നു. എന്നാൽ ഇതിനോട് സുധാകരൻ യോജിച്ചില്ല. ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുധാകരനെ മാറ്റി നിർത്തുന്നതിനോട് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യോജിക്കുന്നില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പ്രധാന പ്രതി വെളപ്പായ സതീശനിലേക്ക് തന്റെ പേർ വലിച്ചിഴച്ചതിനെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെന്ന EP ജയരാജന്റെ വാദത്തിൽ സംശയം ശേഷിക്കുന്നു. തൃശൂർ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്നും ഇതന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയെന്നുമാണ് ജയരാജൻ പലതവണ പറഞ്ഞത്. എന്നാൽ ജയരാജൻ LDF കൺവീനർ എന്ന നിലയിലോ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ പരാതി നൽകിയിട്ടില്ല എന്നാണ് DGPയുടെ ഓഫീസിൽ നിന്നും രേഖാമൂലം കിട്ടിയ മറുപടി. വിവരാവകാശ നിയമപ്രകാരം 2024 ഫെബ്രുവരി 16-ന് കിട്ടിയ മറുപടിയിൽ പരാതി കിട്ടിയിട്ടില്ലെന്നും അതിനാൽ ഇത്തരമൊരു സംഭവത്തെപ്പറ്റി അന്വേഷിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. എന്നാൽ അതിനുശേഷവും പരാതി നൽകിയെന്ന കാര്യത്തിൽ ജയരാജൻ ഉറച്ചുനിന്നു. 2024 മാർച്ച് 16-ന് കണ്ണൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ പരാതി നൽകിയെന്ന കാര്യം ജയരാജൻ ആവർത്തിച്ചു. തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിനായി 3 പേർ തൃശൂർ ഒളരിയിലെ ഫ്ളാറ്റിൽ യോഗം ചേർന്നെന്നും ജയരാജൻ ആവർത്തിച്ചിരുന്നു. പരാതിയിൽ DGP തന്നിൽ നിന്നും മൊഴിയെടുത്തെന്നും കേസിന്റെ നടപടി അവസാനഘട്ടത്തിലാണെന്നുമാണ് ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിലും ഇത്തരമൊരു പരാതി കിട്ടിയിട്ടില്ലെന്ന മറുപടിയാണ് DGPയുടെ ഓഫീസ് 2024 ഏപ്രിൽ 7-ന് നൽകിയത്. ഒരു മാധ്യമത്തിൽ വന്ന അഭിമുഖത്തിലാണ് വെളപ്പായ സതീശന്റെ മുൻ ഡ്രൈവറെന്ന് അവകാശപ്പെട്ട വ്യക്തി ജയരാജനും വെളപ്പായ സതീശനും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത്.